മൂന്ന് പേർക്കും നമസ്കാരം. നമസ്കാരം. ഷൈൻ ചേട്ടാ, പ്രതിഷേധമാണോ ഷൈൻ ചേട്ടാ? ഒരു ഇന്റർവ്യൂ പറഞ്ഞു കഴിഞ്ഞ വഴിക്ക് തന്നെ ആ സീറ്റിലേക്ക് ഇടിച്ചു കയറി വന്ന ഇന്റർവ്യൂ എടുക്കാൻ വന്ന ആളോട് ഞങ്ങൾ വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു സിഗരറ്റ് പോലും വലിക്കാതെ. തമിഴ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ക്യാരക്ടർ ഒരു കുറച്ച് പ്രശ്നത്തിൽ പെട്ടുപോകുന്ന പോലത്തെ ഫീലാണ് കിട്ടിയത്. ഫോൺ മോഷണം. ഞാൻ കുറച്ച് ഫ്ലേർട്ട് ആയിട്ടുള്ള ശരിക്കുള്ള ക്യാരക്ടർ അല്ല എന്റെ. ഒരുപാട് അഭിനയിക്കേണ്ട ഒന്നല്ലേ ശരിക്കും. നമ്മളൊരു ഉമ്മ പോലും ആൾക്കാരെ മുന്നിൽ വെച്ച് കൊടുക്കാറില്ലല്ലോ. കൊടുക്കാൻ പാടാ ആളുകളുടെ മുന്നിൽ വെച്ചിട്ട്. അത് ഗ്രാജുവലി ഉണ്ടാവുന്ന ഒരു ആക്ഷൻ ആണല്ലോ. അത് ഇടയിൽ നിന്നാണ് പെർഫോം ചെയ്യാൻ പറയവര്. അല്ല, നിങ്ങളുടെ ജീവിതം ഒരു സിനിമയായിരുന്നെങ്കിൽ അത് ഏത് ജോണറായിരുന്നു? ഇത് എങ്ങനെയാണ് ഉത്തരം പറയാ? അതങ്ങനെ, അത് മണ്ടം പരിപാടിയല്ലേ. അതുകൊണ്ട് തന്നെ ഫണ്ണായിട്ട് പറഞ്ഞ. ഒരു ക്ലാസിക് സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചാൽ ഏത് കാലഘട്ടത്തിലെ ഏത് സിനിമയായിരിക്കും? ഞാൻ ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസ് ആണോ ചോദിക്കുന്നത്? എന്റെ ക്വസ്റ്റ്യൻസ് ടഫ് ആണ്. ഒരു വയസ്സിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ കല്യാണം കഴിക്കും. തന്നെ അച്ഛനും അമ്മയും കൂടി പ്രസവിച്ച് ജനിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ താൻ എന്താവും? ഫൺ ക്വസ്റ്റ്യനാ പറ. എന്നാ പിന്നെ ഇന്റർവ്യൂ എടുത്തില്ല. ഇതൊക്കെ ഞാൻ മാറ്റി പറയട്ടെ. നമുക്കത് അത്ര വലിയ ഫണ്ണി ക്വസ്റ്റ്യൻസ് അല്ല കേട്ടോ. നമ്മൾ സംബന്ധിച്ച് നിങ്ങൾക്ക് ഫണ്ണി ആണെങ്കിൽ നമുക്ക് ഫണ്ണി അല്ല. നിങ്ങൾ എന്തിനാണ് ഈ ഇന്റർവ്യൂ എടുക്കുന്നത്? എന്തിനു താൻ ഈ ഇന്റർവ്യൂ വന്നു? താനൊരു ഗ്യാപ്പ് പോലും തരാതെ ഇന്റർവ്യൂ എടുത്തില്ലേ? ധൃതി വെച്ചിട്ട് എന്തിനു ഇന്റർവ്യൂ എടുത്തു? ഇനിയിപ്പോ ആൾക്കാരുടെ ഈ കഥയാണെങ്കിൽ അതിനൊരു പരിധിയില്ലേ? നിങ്ങൾ അടികൊണ്ട് ചാവില്ലേ എല്ലാ ദിവസവും കാണിച്ചാൽ? എല്ലാവരുടെ ഉദ്ഘാടനത്തിനും വേണം, പരിപാടിക്കും വേണം, കുറ്റം പറയാനും വേണം. നമ്മള് എല്ലാവർക്കും ഉപയോഗ മെറ്റീരിയൽസും സിനിമ, കുറ്റം പറയാനും സിനിമ. ശരിക്കും ഒന്ന് ഇറങ്ങി ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിക്കും എവിടെ കുറ്റം ഈ കുഴപ്പമൊക്കെ നടക്കണമെന്ന് ആലോചിച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അതുള്ള ബുദ്ധിമുട്ടൊക്കെ ആയിട്ടുണ്ട് നിങ്ങൾക്ക്. നമസ്കാരം. ബോളിംഗ്. നമസ്കാരം, വെൽക്കം ടു ബീറ്റ് മീഡിയ. ഇന്ന് നമുക്കൊപ്പം 13-ാം രാത്രി എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി ജോയിൻ ചെയ്യുന്നു നമ്മുടെ സ്വന്തം ഷൈൻ ടോം ചാക്കോ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആൻഡ് മാളവിക. മൂന്ന് പേർക്കും നമസ്കാരം. നമസ്കാരം. ഷൈൻ ചേട്ടാ, ചായ വേണോ? ഒരു കാപ്പി വേണോ? പ്രതിഷേധമാണോ ഷൈൻ ചേട്ടാ? ഓക്കെ, അപ്പൊ 13-ാം രാത്രി എന്ന മൂവിയുടെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്താണ് 13-ാം രാത്രിയുടെ വിശേഷം? 13-ാം രാത്രിയുടെ വിശേഷങ്ങൾ ഞങ്ങൾ ഒരു ഇന്റർവ്യൂ പറഞ്ഞു കഴിഞ്ഞ വഴിക്ക് തന്നെ ആ സീറ്റിലേക്ക് ഇടിച്ചു കയറി വന്ന ഇന്റർവ്യൂ എടുക്കാൻ വന്ന ആളോട് ഞങ്ങൾ വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു സിഗരറ്റ് പോലും വലിക്കാതെ. അതാണ് നമുക്ക് പറയാം. നമ്മളതിന് സിറ്റുവേഷൻ പറയണ്ടല്ലോ. 13-ാം രാത്രിയുടെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിന്റെ ട്രെയിലർ കണ്ടില്ലേ? എന്താണ് ത്രില്ലർ, ഒരു പറഞ്ഞ ഇഷ്ടപ്പെടാൻ എന്താന്ന് പറയാം. എനിക്ക് കുറച്ച് മർഡർ അങ്ങനത്തെ പോലൊക്കെ ഫീൽ ചെയ്തു. എന്തെങ്കിലും കേസ് അന്വേഷണമോ? കേസ് അന്വേഷണം അങ്ങനെയാണ് ഫീൽ ചെയ്തത്. എന്റെ ക്യാരക്ടർ എന്താ ഫീൽ ചെയ്തത്? ചേട്ടൻ കുറച്ച് പ്രശ്നങ്ങളിൽ പെടുന്ന പോലെയും. ആരാ പ്രശ്നം ഉണ്ടാക്കിയ ആള്? അതറിയത്തില്ല. നിങ്ങളല്ലേ അഭിനയിച്ചേ? അതാണ് നമുക്ക് നമ്മൾ ട്രെയിലർ കൊടുക്കുന്നത് ആൾക്കാർക്ക് ചില സൂചനകൾ കിട്ടാൻ വേണ്ടിട്ടാണല്ലോ. അത് കിട്ടിയോന്ന് അറിയാൻ വേണ്ടിട്ടാ. എന്റെ ക്യാരക്ടർ എന്താണ്? ഷൈൻ ചേട്ടൻ കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞ് ഭയങ്കര സെറ്റപ്പ് ആയിട്ട് നടക്കുന്ന. സെറ്റപ്പ് എന്ന് പറഞ്ഞാ എന്താണ്? എന്റെ രംഗങ്ങളിലൊക്കെ വരുന്ന കുറച്ച് സെക്സ്വൽ ആയിട്ടുള്ള സീക്വൻസുകളാണ്. ഞാൻ കുറച്ച് ഫ്ലേർട്ട് ആയിട്ടുള്ള ക്യാരക്ടർ ആയിട്ടാണ്. ശരിക്കുള്ള ക്യാരക്ടർ അല്ല എന്റെ. ഒരുപാട് അഭിനയിക്കേണ്ട ഒന്നല്ലേ? ശരിക്കും കഷ്ടപ്പെട്ട് ഷൈൻ ചേട്ടന്റെ ലൈഫിലെ കഷ്ടപ്പെട്ട് അഭിനയിച്ച ഒരു ക്യാരക്ടർ ആയിരിക്കും അല്ലേ? കഷ്ടപ്പെട്ട അത്ര കഷ്ടപ്പാടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടറാണ്, പക്ഷെ ഭയങ്കര കഷ്ടപ്പാടാണ് അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യാൻ അത്രയും ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട്. കാരണം നമ്മളൊരു ഉമ്മ പോലും ആൾക്കാരെ മുന്നിൽ വെച്ച് കൊടുക്കാറില്ലല്ലോ മറ്റൊരാൾക്ക് അത്ര ഇന്റൻസില്. ഈ കൊടുത്തിട്ടുണ്ടോ? അതൊക്കെ കൊടുക്കാൻ പാടാ ആളുകളുടെ മുന്നിൽ വെച്ചിട്ട്. അതാണ് സിനിമയിലെ ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ടുള്ള സീക്വൻസുകളാണ് അതൊക്കെ ചെയ്യാൻ. നമ്മൾ ഈ കാണുന്ന പോലെ അത്ര സുഖമുള്ളതല്ല ഷൂട്ട് ചെയ്തെടുക്കാൻ. കാരണം അത് രണ്ട് വ്യക്തികൾ തമ്മിൽ ഒന്നേന്ന് തുടങ്ങുന്ന പരിപാടി 5 കളിക്കാൻ പറയും. അത് ഗ്രാജുവലി ഉണ്ടാവുന്ന ഒരു ആക്ഷൻ ആണല്ലോ റിയൽ ലൈഫിലെ. അത് ഇടയിൽ നിന്നാണ് പെർഫോം ചെയ്യാൻ പറയവര്. മനസ്സിലായി ഞാൻ പറയണത്? അത് അതിന്റെ ബുദ്ധിമുട്ടാണ്. മനസ്സിലായ? അത് ഈ റൊമാൻസ് ഇന്റൻസ് സീക്വൻസുകള് അതൊക്കെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് പക്ഷെ അത് ഈ പടത്തില്
അങ്ങനത്തെ രംഗങ്ങൾ ആക്ഷൻ അങ്ങനെ ഇല്ലെങ്കിലും അങ്ങനത്തെ മൂഡുണ്ട് ഒരുപാട്. അല്ലെങ്കിൽ അങ്ങനത്തെ സീൻസാണ് ചെയ്യാനുണ്ടായിരുന്നത്. അത് കുറച്ച് ചമ്മലുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ശരിക്കും ആളുകളുടെ മുന്നിൽ വെച്ച് ചെയ്യാൻ. കാരണം നമ്മളെപ്പോഴും ആ മൂഡിലല്ലല്ലോ. ദേഷ്യം പിടിച്ചിരിക്കുമ്പോഴും അത് തന്നെ ചെയ്യണേ വന്നിട്ട് അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടില്ല. നമുക്ക് ജീവിതത്തിൽ അത് സുഖമായിട്ടൊക്കെ തോന്നും. പക്ഷെ പല മൂഡിലിരിക്കുന്ന സമയങ്ങളിൽ ആ മൂഡിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അല്ല ദേഷ്യപ്പെട്ട് ചൂടാവുക, ആൾക്കാർ ഷൗട്ട് ചെയ്യാന്ന് പറഞ്ഞത് ഈസിയാണ്. അല്ലെങ്കിൽ മോശമായിട്ട് ബിഹേവ് ചെയ്യാന്ന് പറഞ്ഞതൊക്കെ. കാരണം ഇത് നമ്മൾ ഒരാളുടെ അടുത്ത് പെർഫോം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കാണുന്നവർക്കും അത് തോന്നണമല്ലോ. വിഷ്ണു ചേട്ടന്റെ ക്യാരക്ടർ എന്താണ് ആക്ച്വലി? എനിക്ക് കുറച്ച് ഒരു തമിഴ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ക്യാരക്ടർ ഒരു കുറച്ച് പ്രശ്നത്തിൽ പെട്ടുപോകുന്ന പോലത്തെ ഫീലാണ് കിട്ടിയത്. ഫോൺ മോഷണം എന്താണ് ശരിക്കും? അത് മറയൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി വരുന്ന ശിവറാം എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇയാളുടെ അമ്മ തമിഴത്തിയാണ്, അച്ഛൻ മലയാളിയാണ്. ഒരു തമിഴ് ചൊവ്വയിലുള്ള മലയാളമാണ് പുള്ളി സംസാരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടർ ഡെഫിനിഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാളുടെ ഈ യാത്രയിൽ ഈ ഡിസംബർ 31 കൊച്ചിയിലേക്ക് പുള്ളിക്ക് ജോലിയാണല്ലോ, ന്യൂ ഇയർ പരിപാടി ഇതൊന്നും അല്ല. ഷൈൻചാൻ്റെ ക്യാരക്ടറിന് പക്ഷേ ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി ഒരാളെ കാണാൻ വേണ്ടി പോകുന്നതാണ് ഷൈൻചാൻ്റെ ക്യാരക്ടർ. മാളവിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്തേക്ക് പുള്ളിക്കാർ വർക്ക് ചെയ്യുന്ന ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് ജോലിക്ക് പിറ്റേ ദിവസം കയറാൻ വേണ്ടിയിട്ട് ഡിസംബർ 31 വരുന്ന ക്യാരക്ടറാണ്. ഇതാരും തമ്മിൽ പരിചയമൊന്നുമില്ല. പക്ഷേ ഇവരെല്ലാവരും ഒരു ഇൻസിഡൻറ്റിലേക്ക് വന്ന് കണക്റ്റ് ആവുന്നു എന്നുള്ള അതിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥ പറച്ചിൽ ഈ സിനിമയിലുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും. കുറച്ച് ചെയ്തതിൽ വെച്ചുള്ള ഒരു ബോൾഡായിട്ട് കാണിച്ചിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയാണ്. ഈ പറഞ്ഞ പോലെ 31-ാം തീയതി ഒരു ട്രാവലിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ജോലി ചെയ്യാനായിട്ട് കൊച്ചിയിൽ വരുന്ന ഒരു കുട്ടിയാണ്. സാധാരണ ഒരു സെയിൽസ് വുമൺ ആണ്. ആ ജേണിയിൽ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഓരോ സംഭവങ്ങളുമായിട്ടാണ്. അതിൽ പലരെയും പരിചയപ്പെടുന്നുണ്ട്. നമ്മളൊന്നും കണക്റ്റഡ് അല്ല ക്യാരക്ടർ വൈസ്. പക്ഷേ എങ്ങനെയൊക്കെയോ ആ ഒരു സിറ്റുവേഷൻ എൻഡ് ചെയ്യുന്നിടത്ത് വിചാരിക്കാത്ത രീതിയിൽ ഇവരൊക്കെ കണ്ടുമുട്ടുന്നതും പല രീതിയിൽ ഹെൽപ്പ് ആവുന്നുണ്ട്. പലർക്കും അപ്രതീക്ഷിതമായിട്ട് ലോസ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഹാപ്പിനെസ് ഉണ്ടാവുന്നു. ഒരു ന്യൂ ഇയർ നൈറ്റ് ഇപ്പോൾ നമ്മൾ മൊത്തം ഒരു കൊച്ചി നോക്കുകയാണെങ്കിൽ പലരും പല ഹാപ്പനിങ് സ്പേസസിലായിരിക്കും അവരുടേതായ രീതിയിൽ. അപ്പോൾ അതിൽ ഒരു 3 ആൾക്കാരുടെ കഥ പറയുന്ന സ്റ്റോറിയാണ് 13-ാം രാത്രി. എനിക്ക് ഇത് ട്രെയിലറിൽ കുറച്ച് ഉപദ്രവിക്കപ്പെടുന്ന അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിരുന്നു. ആക്ച്വലി അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. മാളുവിന്റെ ഒരു ക്യാരക്ടർ അതാ പറഞ്ഞ ഒരു ഓർഡിനറി ഗേൾ എന്നുള്ള രീതിയിൽ ആണ് ആ ഒരു ക്യാരക്ടർ. ഒരു സെയിൽസ് വുമൺ. ഇപ്പോൾ സെയിൽസ് വുമൺ നമ്മൾ ഈ ക്യാരക്ടറിനെ ഒരു ജോലി അതിൽ കൊടുത്തിരിക്കുന്നു. ഇത് ഏതൊരു മേഖലയിലുള്ള ആൾക്കാർക്കും ഇപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഏതൊരു ട്രാൻസ്പോർട്ടിലാണെങ്കിൽ അങ്ങനെ സംഭവിക്കാത്തവരായിട്ട് കുറവായിരിക്കും ഉണ്ടാവുക. അതിന് സ്പോണ്ടേനിയസ് ആയിട്ട് ചിലപ്പോൾ മറുപടി കൊടുത്തിട്ടുണ്ടാവാം, അല്ലാത്തവരും ഉണ്ടാവാം. സോ അതൊരു പോർഷനാണ് അതിലത്തെ. ഓക്കെ, നമുക്കൊരു ക്വിക്കായിട്ടൊരു ഗെയിം സെഷൻ. ഓക്കെ ഓക്കെ. മൂവി റിലേറ്റഡ് നമ്മൾ സംസാരിച്ചില്ലല്ലോ. ഏതാ കഴിഞ്ഞ പ്രാവശ്യം എന്തോ ചോദിച്ചു തന്നല്ലോ. ഇല്ല, ഒന്നുമില്ല. ഞാൻ ഇത് അയ്യോ അവനെന്തിനാ അയ്യോ എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് ഒരു മൂവി റിലേറ്റഡ് തന്നെയാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇതിലൂടെ തന്നെ നമുക്ക് ഇന്റർവ്യൂ മുമ്പോട്ട് പോകും. സിനിമകളോട് ഇഷ്ടപ്പെടാൻ പ്രേരിപ്പിച്ച ആദ്യ ചിത്രം? ഒരു സിനിമയായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. പല സിനിമകൾ കണ്ടാണ് നമ്മൾ ഇതാണ് നമ്മുടെ വഴിയിൽ നിന്ന് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു മൂവി എന്ന് ചോദിച്ചാൽ? ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് മൂവിയാണ്, ഒരു മൂവിയല്ല. അതാണ് ആ അനുഭവമാണ്. ഒരു തിയേറ്ററിൽ എല്ലാവരും കൂടി ഇരുന്ന് ഇത്രയും വലുപ്പത്തില് കൈയടികൾക്കിടയിലും അതാ അനുഭവമാണ്. അത് ടി വിയിൽ കണ്ടാൽ കിട്ടില്ല, ഇൻസ്പയർഡ് ആവില്ല. ഓക്കെ, നിങ്ങളുടെ ജീവിതം ഒരു സിനിമയായിരുന്നെങ്കിൽ അത് ഏത് ജോണർ ആയിരിക്കും? അതൊരു സിനിമ. ഷൈൻചാന്റെ ജീവിതം ഒരു സിനിമ ആക്കുകയാണെങ്കിൽ അത് ഏത് ജോണർ ആയിരിക്കും? അല്ലെങ്കിൽ അത് ആരായിരിക്കും ഡയറക്റ്റ് ചെയ്യുന്നത്?
അത് ഡയറക്റ്റ് ചെയ്യുന്നത് മിക്കവാറും ഭരതൻ സാറോ പത്മരാജൻ സാറോ ഒക്കെ. മനസ്സിലായി, പറയാതെ ആൻസർ, ഇൻഡയറക്റ്റ് ആയിട്ട് ആൻസർ. അല്ലാതെ പിന്നെ ഇത് ഞാനാണ് പറയേണ്ടത്. ഇത് എങ്ങനെയാണ് ഉത്തരം പറയാ? ഷൈൻ ചേട്ടന്റെ ജീവിതം അത് ഞാനാണോ സിനിമയാക്കാൻ തീരുമാനിക്കുക? ഞാനാണോ ഡയറക്ടറെ കണ്ടെത്തുക? ഗാന്ധിജിയുടെ സിനിമ നമുക്കൊരു ഇത് പറയാലോ. അതങ്ങനെ, അത് മണ്ടം പരിപാടിയല്ലേ. അതന്നെ, സീരിയസ് ആയിട്ട് അതുകൊണ്ട് തന്നെ ഫണ്ണായിട്ട് പറഞ്ഞു ഭരതൻ സാറോ പത്മരാജൻ സാറോ ഒന്നും. ഓക്കെ, അങ്ങനെ ഒരു ജോണറിൽ പെടുത്താൻ പറ്റൂലെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, എല്ലാം ഉള്ളൊരു എന്റെ ഭയങ്കര കമ്മിറ്റി ജോണറായിരിക്കും. കേട്ടില്ല എന്തായാലും എന്തോ കുഴപ്പമില്ല. മാളവിയോട് ചോദിക്കാം ആരാ ഡയറക്ട് ചെയ്യാൻ. കണ്ടോ അത് ഞാൻ ഷൈൻ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഇതുണ്ടാവും. എനിക്ക് സഞ്ജയ് ലീല ബൻസാലിനെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യിപ്പിക്കും. ബ്യൂട്ടിഫുൾ ആയിരിക്കും. എന്ത് ജോണർ ആയിരിക്കും ആളുടെ? അത് കൊള്ളാം, ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. പിന്നെ വേറൊരു ഓപ്ഷൻ അമൽ നീരജ് സാറിന്റെ മോലൊക്കെ എനിക്കിഷ്ടായിരിക്കും. ഏതെങ്കിലും അഭിനയിച്ച കഥാപാത്രവുമായി യഥാർത്ഥ ക്യാരക്ടർ സ്വിച്ച് ചെയ്യാൻ പറ്റിയാൽ ഏതായിരിക്കും? ഇപ്പൊ നിങ്ങളുടെ ജീവിതം ഇപ്പൊ ഇതുവരെ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു മൂവി ക്യാരക്ടറായിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും, ഏതായിരിക്കും? എനിക്ക് ഇതിൽ ഭയങ്കര ഫ്ലൂട്ടി ആയിട്ടുള്ള ഓ, ഇത് 13 രാത്രി. ഓക്കെ, സ്വിച്ച് ചെയ്യാൻ പറ്റുന്നാണോ? പറ്റിയാൽ. ഓ അങ്ങനെ. ഇതായിട്ട് ജീവിതമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന ക്യാരക്ടർ ഏതാണെന്നും കൂടി. 916. അയ്യോ വേണ്ട, അല്ല പക്ഷെ വേണ്ട. താല്പര്യമുള്ളതും ആവാലോ. കുറുക്കൻ. നാഗവല്ലിന്ന് പറയില്ലേ? നഗവല്ലിയല്ല, കുറുക്കൻ. ഞാൻ ചെയ്തതിൽ വേണമല്ലോ. എല്ലാ പെൺകുട്ടികളും നാഗവല്ലികളാണ്. ഓക്കെ, ഓരോ സിനിമയും അവസാനിച്ചാൽ ആ കഥാപാത്രത്തെ മറക്കാൻ എത്ര കാലം വേണ്ടി വരും? സിനിമ വിട്ടിട്ട് വീട്ടിലെത്തണവരെ എടുക്കില്ല. ഓർത്താൽ അല്ലേ, അതുവരെ ഓർത്താൽ നമ്മളതിനെ മറക്കാൻ വേണ്ടി സമയം അങ്ങനെ ഇല്ലല്ലോ, മറക്കില്ലല്ലോ. അത് മെയിനായിട്ടുള്ള കഥാപാത്രങ്ങൾ നമ്മൾ മറക്കാൻ വഴിയില്ല. മെയിനായിട്ടുള്ളല്ല, അതിൽ നന്നായി പെർഫോം ചെയ്തവരെ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഇപ്പം നമ്മളിപ്പോ ട്രെൻഡിങ്ങിലാവുന്ന ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റാർസ് ട്രെൻഡിങ്ങിലാവാറുണ്ടല്ലോ. ലൈക്ക് ഇപ്പൊ സുരേഷ് ചേട്ടനാണ് നമ്മുടെ കൺവിൻസിങ് സ്റ്റാർ എന്നുള്ള രീതിക്ക്. ഇപ്പം നിങ്ങളുടെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ അങ്ങനെ വരുവാണെങ്കിൽ, ഇപ്പൊ ട്രെൻഡിങ്ങിലേക്ക് വരുവാണെങ്കിൽ അത് ഏത് ക്യാരക്ടർ വരണം എന്നാണ് ആഗ്രഹം? എന്റെ ക്യാരക്ടർ ഏത് പടം ചെയ്തല്ല? ചെയ്തതില് ഇപ്പൊ വന്നിട്ടില്ല ഇതുവരെ. അല്ല, അങ്ങനെയല്ല. സുരേഷ് ചേട്ടൻ ഇപ്പൊ റിയാസ് ഖാന്റെ വന്നിട്ടുണ്ട്. ചെയ്യണ സമയത്ത് വന്നാൽ മതി, പിന്നീട് വന്നൊന്നും വേണ്ട. അത് നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെക്കരുത്. അതൊക്കെ എന്തൊക്കെ ഇതിലൊക്കെ നിങ്ങൾ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? റിയാസ് ഖാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ജലോത്സവത്തില്? അതിങ്ങനെ സർപ്രൈസിംഗിലി വന്നപ്പോല്ലേ. ഇതിപ്പോ നമ്മൾ ഇവിടെ നിന്നിട്ട് മറ്റേ ഇത് പറഞ്ഞു കൊടുക്കാൻ പാടില്ലല്ലോ. എനിക്കങ്ങനൊന്നുമില്ല. കുട്ടിക്കാലത്ത് തിയേറ്ററിൽ പോയി കണ്ട ഫസ്റ്റ് മൂവി ഏതായിരുന്നു? കുട്ടിക്കാലത്ത് ഓർമ്മയില്ലാത്ത കാലത്തായിരിക്കും. ഓക്കെ, ഒരു ക്ലാസിക് സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചാൽ ഏത് കാലഘട്ടത്തിലെ ഏത് സിനിമയായിരിക്കും? അതിന്റെ പേര് അറിയില്ല. അല്ലെങ്കിൽ ജുറാസിക് പാർക്ക് ദിനോസറായിട്ട്. ഞാൻ ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അല്ല, ഇത് അങ്ങനെ ഒരിക്കലും ആൾക്കാർ ചിന്തിക്കാത്തതും നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തതായിട്ടുള്ള ചോദ്യം. കുറച്ചുകൂടി സമയമുള്ള ഇന്റർവ്യൂ ആയിരുന്നു. ഇതൊക്കെ കഴിഞ്ഞു പോയത് അല്ലെങ്കിൽ അങ്ങനെ നടക്കാൻ ഒരിക്കലും ചാൻസ് ഇല്ലാത്ത കാര്യങ്ങളപ്പോ ചോദിക്കണേ. ഒരു വയസ്സിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ ചെക്കനെ കല്യാണം കഴിക്കും. ഒരു വയസ്സിൽ കല്യാണം ഉറപ്പിക്കുകയാണെങ്കിൽ ചെക്കനെ കല്യാണം കഴിക്കും. കണ്ട ഉത്തരവില്ല. ഏകദേശം ഇതേപോലത്തെ ചോദ്യങ്ങളാണ്. സിനിമ റിലേറ്റഡ് ആണെന്ന് ചോദിച്ചിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏത് സിനിമ ചെയ്യും? അതുകൊണ്ട് ചെയ്യണം. അത് ഇതിപ്പം ഇനി അങ്ങനെ ആഗ്രഹം ഉണ്ടാവില്ല. ഒരു വയസ്സിൽ കല്യാണം ഉറപ്പിച്ചാൽ താൻ ഏത് ചെക്കനെ കല്യാണം കഴിക്കും? ഹിന്ദു ചെക്കനെ കല്യാണം കഴിക്കും, ക്രിസ്ത്യൻ ചെക്കനെ കല്യാണം കഴിക്കും, പള്ളിയിൽ വെച്ചിട്ടായിരിക്കും കല്യാണം നടക്കുക. പറ, ഫൺ ക്വസ്റ്റ്യനാ. തന്നെ അച്ഛനും അമ്മയും കൂടി പ്രസവിച്ചിട്ട് അല്ലെങ്കിൽ ജനിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ താൻ എന്താവുമായിരുന്നു?
ഫൺ ക്വസ്റ്റ്യൻ പറ. എന്റെ ഷൈൻ ചേട്ടാ, തനിക്ക് ഇങ്ങനെ ആക്കാം. ഓ ഇത്രയും ഒരു ബുദ്ധി ഷൈൻ ചേട്ടന് ഞാൻ പ്രതീക്ഷിച്ചു. പിന്നല്ലേ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് കൊടുക്കും. സോഷ്യൽ മീഡിയയിൽ റിയാക്ട് ചെയ്യാൻ തോന്നിയ ഏറ്റവും ഫണ്ണിയസ്റ്റ് ഒരു കമന്റ് എന്തായിരിക്കും? കമന്റ് വന്നിട്ടുള്ളതിൽ ഇതൊക്കെ തലേദിവസം അയച്ചു തന്നെ, അങ്ങനെയാണ് നമ്മൾ നോക്കിയിട്ടൊക്കെ വരാം. പെട്ടെന്ന് ചോദിച്ചാൽ ഇത് ഓർത്ത് നമുക്കതൊക്കെ വലിയ ഫണ്ണി ക്വസ്റ്റ്യൻസ് അല്ല കേട്ടോ നമ്മൾ ചോദിച്ചത്. നിങ്ങൾക്ക് ഫണ്ണി ആണെങ്കിൽ നമുക്ക് ഫണ്ണി അല്ല. ഓക്കെ, ഇല്ല പറയത്തില്ല. എങ്കിൽ 13-ാം ചടിക്കാൻ പോവാം. ഇല്ല ഓക്കെ, എങ്കിൽ നമുക്ക് ഫൈനലായിട്ട് 13-ാം രാത്രി എന്താണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആക്കുന്ന ഒരു ഫാക്ടർ? പ്രേക്ഷകർ എന്തുകൊണ്ട് ഇത് കാണണം? പ്രേക്ഷകർ എന്തുകൊണ്ട് ഇത് കാണണം ചോദിച്ചാൽ നിങ്ങൾ ഇന്റർവ്യൂ എടുക്കുന്നത് കൊണ്ടും ഇതൊരു പ്രൊമോഷന്റെ ഭാഗമായി എടുക്കുന്നതുകൊണ്ടും നിങ്ങൾക്കാണ് അതിന്റെ ഉത്തരവാദിത്തം പ്രേക്ഷകരെ കൊണ്ട് കാണിപ്പിക്കേണ്ടത്. അല്ലാതെ ഇതിൽ ഒരു ബന്ധമില്ലാത്തൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു ഉത്തരം തമ്മനയിലായിട്ടിട്ട് ആൾക്കാരെ വേറെ വഴിതെറ്റിക്കരുത്. സിനിമയുടെ പ്രൊമോഷനായിട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ. അല്ലാതെ മനസ്സിലായാ? ഞാൻ വേറൊന്നും ചോദിച്ചില്ലല്ലോ. അല്ല ഞാൻ പറയാ. അപ്പോൾ പ്രേക്ഷകർ എന്തുകൊണ്ട് കാണണം എന്ന് നമ്മളോടല്ല ചോദിക്കേണ്ടത്, കാണിപ്പിക്കേണ്ടത് നിങ്ങളാണ്. അത് നിങ്ങൾ ഇപ്പം നമ്മളൊരു പടമാണ് അതിന്റെ ചെയ്തിരിക്കുന്ന മൂവിയാണ്. അത് നമ്മൾ റിലീസ് ആക്കുന്നുണ്ടെങ്കിൽ ആൾക്കാർ കാണണം എന്ന് വെച്ചിട്ടാണല്ലോ. അതിനൊരു നമ്മള് അല്ലാതെ ആൾക്കാർ കാണാൻ വെച്ചിട്ട് നമ്മൾ പ്രൊമോഷനൊക്കെ തരുമോ? ഇപ്പൊ നമുക്ക് എന്തുകൊണ്ട് കാണണമെന്ന് വെച്ചാൽ സിനിമ ആയതുകൊണ്ട് ഇത് കാണാം. റേഡിയോയിൽ വരുന്ന ശബ്ദരേഖയാണ് കേൾക്കാമെന്ന് പറയാം അല്ലേ? എന്തുകൊണ്ട് കാണണം? സിനിമ ആയതുകൊണ്ട്, തിയേറ്ററിൽ വിഷ്വലി കാണിക്കുന്നതുകൊണ്ട് അല്ലേ? നിങ്ങൾ എന്തിനാണ് ഈ ഇന്റർവ്യൂ എടുക്കുന്നത്? എത്രത്തോളം ഈ മൂവി സ്പെഷ്യൽ ആക്കും. അത്ര സ്പെഷ്യൽ ആയതുകൊണ്ടാണ് ഞാൻ രാവിലെ വരെ ഇവിടെ വന്നിരുന്ന് പറയണം. നിങ്ങൾ എന്തുകൊണ്ട് ഇത് കാണണം എന്നാണ് ഉദ്ദേശിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് ഇന്റർവ്യൂ എടുക്കാൻ? ഇത് ആൾക്കാരെ കാണിപ്പിക്കാനല്ലേ? അതെ, നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് ആൾക്കാർ വരുന്നു, കാണുന്നു അല്ലേ? നിങ്ങൾ പറയേണ്ട ഉത്തരം എന്തുകൊണ്ട് കാണണം? എന്തുകൊണ്ട് നിങ്ങൾ ഈ ഇന്റർവ്യൂ എടുക്കാൻ വന്നു? ഞാനല്ല സിനിമ ചെയ്തേ. സിനിമ ചെയ്ത ഞങ്ങള് സിനിമ ചെയ്തു, റിലീസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ആൾക്കാർ കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ ഇന്റർവ്യൂ കൊടുക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ഇന്റർവ്യൂ എടുക്കാൻ വരുന്നത്? മൂവിയുടെ പ്രൊമോഷൻ. ആ പ്രൊമോഷൻ തന്നെ ആൾക്കാർ കാണിക്കാനല്ലേ? അപ്പൊ നിങ്ങൾ അങ്ങനെ തീരുമാനം എടുക്കാൻ കാരണം എന്താ? പകച്ചു പോയിരിക്കുന്നു പാവകുട്ടി. അതൊരു സിനിമ ആയതുകൊണ്ടും അത് നമ്മുടെ വിപണിയായ ഒരു ബിസിനസ് അല്ലേ? അല്ല ഇതെല്ലാം വായിച്ചു പറഞ്ഞത്. ഈ മൂവി എന്തുകൊണ്ടാണ് ഷൈൻ ചേട്ടന് സ്പെഷ്യൽ ആവുന്നത്? സ്പെഷ്യൽ അല്ല, മൂവി എല്ലാം നമുക്ക് മൂവിയാണ്. ഒന്നും ഒരു പ്രത്യേകത ഒന്നിനോടും ഇല്ല. മൂവി ചൂസ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക റീസൺ ഇല്ല. പ്രത്യേക റീസൺ അല്ല, അതൊരു സിനിമ എന്നുള്ളതാണ് അതിന്റെ പ്രധാന റീസൺ. മനസ്സിലായി? പിന്നെ അതിനൊരു പ്രൊഡക്ഷൻ ഉണ്ടാവുന്നു, ഒരു കഥ ഉണ്ടാവുന്നു, ഡയറക്ടർ ഉണ്ടാവുന്നു, അത് ചെയ്യാൻ റെഡി ആവുന്നു, അത് നാളെ ഷൂട്ട് തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഭാഗമാവുന്നു. കാരണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ അത് നന്നാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആളുകൾ അത് കാണുന്ന വിശ്വാസമുണ്ട് നന്നാവും എന്നും. അതുകൊണ്ടാണ് നമ്മളത് റിലീസ് ചെയ്യിപ്പിക്കുന്നതും ഇന്റർവ്യൂ കൊടുക്കുന്നതും ഒക്കെ. മനസ്സിലായ? ഇത് വളരെ മോശമായി ആരും കാണാന്ന് വെച്ചാൽ നമുക്ക് ചെയ്യില്ലല്ലോ. അല്ല, ഇത് കുറച്ച് ലാഘവത്തോട് റീൽ എടുക്കണമെന്ന് വിചാരിച്ചോ? അത് ഒരു രസമല്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു സിനിമ ഇതൊരു ആർട്ട് ഫോമാണല്ലോ, ഒരാളുടെ ക്രിയേറ്റിവിറ്റി അല്ലേ. അപ്പം ഇത്രയും പേര് വന്ന് അതിൽ അഭിനയിക്കുന്നു, അതിന് റീ റെക്കോർഡിങ് ചെയ്യുന്നു, മ്യൂസിക് ചെയ്യുന്നു, ഇതൊക്കെ കഴിഞ്ഞിട്ട് 13-ാം രാത്രി എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ഒരാളുടെ ഒരു ക്രിയേഷൻ ആണല്ലോ, അത് റിലീസാവുന്നു. അപ്പം ഇത് കാണണം എന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കാണുക. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് നമുക്കിപ്പോ ഒരുപാട് ത്രില്ലേഴ്സ് വരുന്നതാണ്. അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ മൂവിയിൽ എന്താണ് ഓഫർ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ പോയി ആദ്യ ദിവസം കണ്ടിട്ട് പറയാം. അതല്ല, അതിന് അങ്ങനെ വേണമെന്നില്ലല്ലോ. കാരണം ഇന്ന് വരെ കാണാത്തൊരു സാധനം ഈ പടത്തിലുണ്ടെങ്കിൽ കാണുള്ളൂ എന്ന് പറഞ്ഞാൽ ആരും കാണണ്ടെന്ന് പറയേണ്ടി വരും. ഏത് അങ്ങനെയല്ല. നമ്മളോട് എന്താ ഞാൻ ചോദിച്ചതെന്ന് അറിയാം, എന്തിനാ ഈ സിനിമ കാണണം? അയ്യോ അങ്ങനല്ല, അങ്ങനെ ഞാൻ ചോദിച്ചത്. അയ്യോ അങ്ങനല്ല. ഈ മൂവി ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആക്കുന്ന ഫാക്ടർ എന്താണ്? ഇന്റർവ്യൂ എടുക്കുന്നു നമ്മൾ തിരിച്ചു ചോദിച്ചിട്ടില്ലല്ലോ. എന്തിന് താനീ ഇന്റർവ്യൂ വന്നു? താനൊരു ഗ്യാപ്പ് പോലും തരാതെ ഇന്റർവ്യൂ എടുത്തില്ലേ? തീർത്തി വെച്ചിട്ട് എന്തിനു ഇന്റർവ്യൂ എടുക്കും? എങ്ങനെയെങ്കിലും തീർത്ത് വീട്ടിൽ പോയാൽ എന്നാ പിന്നെ ഇന്റർവ്യൂ എടുത്തില്ല. ഇതൊക്കെ ഞാൻ മാറ്റി പറയാം.
ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഇത് വഴി ഒരുപാട് പേര് നിലനിൽക്കുന്നില്ലേ? അതെ. ഇല്ലേ? അപ്പൊ അതൊക്കെ തന്നെയാണ് ഇതിന്റെ ഭാഗം. ഈ സിനിമ ഉണ്ടാവുന്നത് കൊണ്ടാണല്ലോ ഇതൊക്കെ ഉണ്ടാവുന്നത്. അതെ. അല്ലാതെ ഇവിടെ ഉണ്ടാവുന്ന രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങൾ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ ഇന്റർവ്യൂ എടുത്ത് കാണിക്കോ ഡെയിലി? ഇല്ല. എത്ര കാണിക്കും? ബോറടിക്കില്ലേ? അതെ. ഇനിയിപ്പോ ആൾക്കാരുടെ ഈ കമ്പി കഥയാണെങ്കിൽ അതിനും ഒരു പരിധിയില്ലേ? ഇതിൽ നിങ്ങൾ അടികൊണ്ട് ചാവില്ലേ എല്ലാ ദിവസവും കാണിച്ച? അപ്പൊ സിനിമ എന്ന് പറയുന്ന ഇങ്ങനത്തെ ഒരു മാധ്യമം ഉള്ളത് കൊണ്ടാണല്ലോ എപ്പോഴും എന്തെങ്കിലും കാണിക്കാനും പിടിക്കാനൊക്കെ ഉണ്ടാവുന്നത് അല്ലേ? കുറ്റം പറയാനാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിലനിൽക്കുന്നത് അല്ലേ? എല്ലാവരുടെ ഉദ്ഘാടനത്തിനും വേണം, പരിപാടിക്കും വേണം, കുറ്റം പറയാനും വേണം. നമ്മൾ കുറച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കണം. എന്തിനാണ് എല്ലാത്തിനും വിളിച്ച് മുന്നേ കൊണ്ടിരുത്തും നടന്മാരെ? സിനിമേനെയും കോപ്പിനെയും എല്ലാവർക്കും ഉപയോഗ മെറ്റീരിയൽസും സിനിമ, കുറ്റം പറയാനും സിനിമ, സിനിമയിലുള്ളവർ മാത്രം കുറ്റം ചെയ്യുന്നത്. ശരിക്കും ഒന്ന് ഇറങ്ങി ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിക്കും എവിടെ കുറ്റം ഈ കുഴപ്പമൊക്കെ നടക്കണമെന്ന് ആലോചിച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഉള്ള ബുദ്ധിമുട്ടൊക്കെ ആയിട്ടുണ്ട് നിങ്ങൾക്ക്. നമസ്കാരം. ഓക്കെ, താങ്ക് യു ശങ്കർ. താങ്ക് യു.